പ്രിയപ്പെട്ട കുട്ടികളെ, SSLC IT മോഡൽ പരീക്ഷയോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ള ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഗ്രൂപ്പ് 3 പൈത്തൺ ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് പൈത്തൺ ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ട് സാധാരണ വരാറുള്ളത്. ഇവിടെ ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ഔട്ട്പുട്ടിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, അപ്പോൾ ഒന്നാമത്തെ ഔട്ട്പുട്ട് ഏതു തരത്തിലാണ് ലഭിച്ചത് എന്ന് നോക്കിയിട്ട് രണ്ടാമത്തെ ഔട്ട്പുട്ടിന് ആവശ്യമായ മാറ്റങ്ങൾ ഈ പ്രോഗ്രാമിൽ വരുത്തുക എന്നുള്ളതാണ് ചോദ്യം. വളരെ ഈസിയായി നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. നമുക്കതൊന്ന് ചെയ്യാം. ആപ്ലിക്കേഷൻസ്, പ്രോഗ്രാമിംഗ് ഐഡിൽ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഫയൽ, ന്യൂ ഫയൽ എന്ന രീതിയിൽ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. ഇതിലാണ് നമുക്ക് ആവശ്യമായ ഈ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ നിന്ന് കോപ്പി ചെയ്തതാണ്. എക്സാമിന് നമ്മളത് ടൈപ്പ് ചെയ്ത് തന്നെ തയ്യാറാക്കേണ്ടതുണ്ട്. ഇനി ഇതിൻ്റെ ടാബ് പൊസിഷനുകൾ കൃത്യമായിരിക്കണം, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കുക. ഇതേ രീതിയിൽ നാം ടൈപ്പ് ചെയ്യുന്നു. ഇനി റൺ മൊഡ്യൂൾ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് സേവ് ചെയ്യാൻ ആവശ്യപ്പെടും. ഓക്കെ, നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഹോമിൽ എക്സാം 10 ഇവിടെ ഹോമിലാണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. ഹോമിൽ എക്സാം 10 എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പറും ചോദ്യ നമ്പറുമായിട്ട് നൽകിയിട്ട് സേവ് ചെയ്യാനാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഔട്ട്പുട്ട് ലഭ്യമായിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഔട്ട്പുട്ടിന് വേണ്ട മാറ്റങ്ങൾ എന്താണ് ഇതിൽ വരുത്തേണ്ടത് എന്നുള്ളതാണ്. സെക്കൻഡ് ഔട്ട്പുട്ടും ഫസ്റ്റ് ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം ഒന്ന് നോക്കിയാൽ മതി. ഇതിലാകെ മാറ്റം വരുത്താനുള്ളത് ഈ കളറുകൾ മാത്രമാണ്. ഇവിടെ ബ്ലൂ ഉള്ളിടത്ത് ഇവിടെ യെല്ലോ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ബ്ലൂ മാറ്റിയിട്ട് യെല്ലോ എന്ന് ടൈപ്പ് ചെയ്യാം. അതേപോലെ ഇവിടെ പേർപ്പിൾ ഉള്ളിടത്ത് ഇവിടെ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത്. അവിടെ ബ്ലാക്ക് എന്നും ടൈപ്പ് ചെയ്യുന്നു. ഇത്തരത്തിൽ റൺ മൊഡ്യൂൾ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഔട്ട്പുട്ട് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ ഈസിയായി നമുക്ക് ഈ ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഇതിൽ ഇവിടെയുള്ള മാറ്റങ്ങൾ എന്താണെന്ന് നോക്കിയാൽ മതി. ഇവിടെ പേർപ്പിൾ ഉള്ളിടത്ത് ഇവിടെ വരുമ്പോൾ ബ്ലാക്ക് ആണ്. ഇവിടെ പിങ്ക് ഉള്ളിടത്ത് ഇവിടെ ബ്ലൂ ആണ്. ഈ പ്രോഗ്രാമിൽ പേർപ്പിളും പിങ്കും ഈ 2 കളറുകൾ മാറ്റുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. ഇങ്ങനെ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിച്ച് അതിനുശേഷം പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായി മാറ്റി എഴുതുക എന്നുള്ളതാണ്. മാറ്റം വരുത്തിയത് ഹോമിൽ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ഇത്രയുമാണ് ഇതിൽ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ രീതിയിൽ കളറുകൾ മാറ്റുക എന്നുള്ളതാണ് ഇവിടെയുള്ളത്. ഇനി അടുത്ത് ഇവിടെ നോക്കാം. ഇവിടെ ഏതെല്ലാം മാറ്റങ്ങളാണുള്ളതെന്ന് നോക്കാം. ഇവിടെ പേർപ്പിളാണ്, അതേപോലെ ബ്ലൂ ആണ്. ഈ പേർപ്പിളും ബ്ലൂവും വന്നിടത്ത് ഇവിടെ ബ്ലാക്കും അതുപോലെ യെല്ലോയും ആണ്. ഇപ്പോൾ പേർപ്പിളുള്ളിടത്ത് ബ്ലാക്കും ഇവിടെ യെല്ലോയും ആക്കുക എന്നുള്ള മാറ്റം മാത്രമേ അതിൽ വരുത്താനുള്ളൂ. ഇനി അടുത്ത് നോക്കാം. ഇവിടെ 3 കളറുകളുണ്ട്. ഈ 3 കളറുകൾ ജസ്റ്റ് നമുക്ക് ഒന്ന് ചെയ്യാം. ഇത് സേവ് ചെയ്യണം. സേവ് ചെയ്തതിന് ശേഷം റൺ മൊഡ്യൂൾ. ഇതിലൊരു എറർ വന്നിട്ടുണ്ട്. എൻഡ് ഫിൽ എന്നുള്ളിടത്ത് നമ്മൾ ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഔട്ട്പുട്ട് ലഭിച്ചു. സെക്കൻഡ് ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് വേണ്ട മാറ്റങ്ങൾ എന്താണ് വരുത്തേണ്ടത് എന്നുള്ളത് വളരെ ഈസിയാണ്. ഇതിൽ ബ്ലാക്ക്, ഇവിടെ 3 കളറുകൾ നമുക്ക് ഈ കോഡിൽ, ഈ പ്രോഗ്രാമിൽ കാണാൻ കഴിയും. ഗ്രേ, അതുപോലെ ബ്ലാക്ക്, പേർപ്പിൾ. ഇതിൽ ബ്ലാക്ക് രണ്ടാമത്തെ ഔട്ട്പുട്ടിലും അതുപോലെ തന്നെയാണ് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് ആകെ മാറ്റം വരുത്തേണ്ടത് ഗ്രേയും പേർപ്പിളുമാണ്. ഇപ്പോൾ ഗ്രേ ഉള്ളിടത്ത് ഇതിലുള്ളത് ബ്ലൂ ആണ്, പേർപ്പിൾ ഉള്ളിടത്ത് യെല്ലോ ആണ്. ആ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഗ്രേ ഉള്ളിടത്ത് ബ്ലൂ എന്ന് നൽകി
പേർപ്പിൾ ഉള്ളിടത്ത് യെല്ലോ നൽകി. ഇനി റൺ ചെയ്യുന്നു. ഓക്കെ, ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലെ എഡിറ്റിംഗ് ആണ് പൈത്തൺ ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ട് വരാറുള്ളത്. ഇവിടെയും ഇതുപോലെ നോക്കൂ, 3 കളറുകളുണ്ട്. പേർപ്പിൾ, ഗ്രേ, ബ്ലാക്ക് ആണ്. ഇതിൽ ബ്ലാക്ക് രണ്ടിടത്തും മാറ്റമില്ല, മറ്റ് 2 കളറുകളെയാണ് നമുക്ക് മാറ്റേണ്ടത്. ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പൈത്തൺ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വർക്കുകൾ ചെയ്യാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത്തരത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ടാബ് പൊസിഷനുകൾ കൃത്യമായിരിക്കണം. നമുക്ക് തന്നിട്ടുള്ള പ്രോഗ്രാമുകളിലേതുപോലെ കൃത്യമായി ടാബ് പൊസിഷൻ നൽകേണ്ടതുണ്ട്. ടാബ് കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കതിനെ അടുത്ത പൊസിഷനുകളിലേക്ക് കൊണ്ടുപോകാം. ആ രീതിയിൽ ആവശ്യമായ രീതിയിൽ കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ടാവണം. അപ്പോഴാണ് കൃത്യമായ ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത്.